ഒരു കോഴിക്കോട്ടുകാരനായ ഞാൻ നല്ല ഉച്ച സമയത്ത് ബിരിയാണി കഥയില്ല കേട്ടോ, ചോറിൻ്റെ കഥ പറയുന്നത്. ചോറ് കഴിക്കാൻ അംബിക മെസ്സ് പോവും, അമ്മ മെസ്സ് പോവും. അവിടെ എല്ലാം ചെന്ന് ഇങ്ങനെ കാത്തിരിക്കാറുണ്ട്. ആ ഒരു ഫീല് ഈ രാത്രി സമയം 8:40 കേട്ടോ. അതായത് അമ്മ ഇന്ന് ലേശം ലേറ്റാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ചോറ് തിന്നാനുള്ള കാത്തിരിപ്പാണ്. രാത്രി നല്ല ചോറ് മീൻകറി കൂട്ടിയിട്ട് നല്ല കുഴച്ച് കഴിക്കാൻ വന്നാണോ? ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് അറിഞ്ഞു വന്നായിരിക്കും. നാടെ എവിടെ? കോഴിക്കോട്. നമ്മുടെ നാട്ടുകാരാ. കോഴിക്കോട് എവിടെ? നമ്മള് കോഴിക്കോട്ടൊക്കെ രാത്രി ചോറ് മസ്റ്റാണല്ലോ അല്ലേ? അല്ലേ? തിന്നാൻ ജീവിക്കുകയാണല്ലോ. നമ്മൾ രാത്രി ചോറ് മസ്റ്റാ. രാത്രി ചോറ് അത്യാവശ്യമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ അല്ല, ബാക്കിയുള്ള സമയങ്ങളിൽ അങ്ങനെ കിട്ടാറില്ല. ചോറിന് വേണ്ടി കാത്തിരിക്കുക. നോക്കുക ആൾക്കാരെല്ലാവരും കുറേ പേര് ചോറായില്ലേ എന്ന് ഒറ്റ വാക്കുകൾ, ചോറായില്ലേ എന്ന് എല്ലാവരും കാത്തിരിക്കുന്നു. അമ്മ വരും, വരാതിരിക്കില്ല. വന്നിട്ട് മീൻകറി അയിലക്കണ്ണി ഉണ്ട്, കേരയുണ്ട്. എത്ര വർഷമാ? മോനെ ഞാൻ 2018 ഇവിടെ ഉണ്ട്. അന്ന് നമ്മള് ഒരു പലചരക്ക് കട, പച്ചക്കറി കട അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് 2020 കഴിഞ്ഞപ്പോഴേ കോവിഡ് തുടങ്ങിയില്ലേ, പച്ചക്കറി കട ഭയങ്കര നഷ്ടത്തിലേക്ക് പോയി നമുക്ക്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആലോചിച്ചപ്പോ കണ്ടുപിടിച്ചതാ തട്ടുകട. അത്യാവശ്യം ഞങ്ങളെ കുക്ക് ചെയ്ത് കഴിച്ച ആൾക്കാർ നമ്മളോട് പറയുമായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഫുഡ് എന്തെങ്കിലും നോക്കാൻ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാ. 20 നമ്മൾ ഇതിലേക്ക് മാറിയത്. അന്ന് മുതൽ ഉണ്ട്. എത്ര കഴിയും മോനെ. ഞാനൊരു അവര് ഡെലിവറി സ്റ്റാഫാരെന്ന് പറഞ്ഞില്ലേ, ആ ജോലിക്ക് പോയി കഴിഞ്ഞു. കാരണം റെന്റ് 12 രൂപയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളിത് 1 മണിയോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുള്ളത്. 1 മണി വരെ ജോലിയുണ്ട്. 1-1:15 നമ്മൾ ഇതിന്റെ പണികൾ തുടങ്ങുമ്പോഴേ. അപ്പൊ നമുക്ക് അതെ ചോറ്. വേണ്ടി മാത്രം നേരത്തെ ഇറങ്ങി ഓടി വന്നതാണ്. പക്ഷേ ഇവരുടെ ടൈം വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ താമസിച്ചു. 10 മണി എത്തിയപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് വേണ്ടി ഇത് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയിട്ടാണ് ഇറങ്ങിയത്. ഞങ്ങളുടെ വർക്ക് ടൈം തീരുമ്പോൾ 10 മണിയായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയിട്ട് ഇതിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. വന്നപ്പോഴും കട ഞാൻ തുറന്നു കാണത്തില്ല. ഒന്ന് പോയിട്ട് പിന്നെ ഒരു ചാൻസ് എടുക്കാൻ തിരിച്ചു വന്നതാണ്. അപ്പോൾ തുറന്നിട്ടില്ല. ബീഫും ചിക്കനും എല്ലാം 60 രൂപ തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. ചൂട് 40 രൂപ. ചൂട് തന്നെ അച്ചാർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഒഴിച്ചുകറി ഉണ്ടാവും, തോരനുണ്ടാവും. ചോറ് എത്ര വേണേൽ എടുത്ത് കഴിക്കാം. തിരക്ക് കണ്ടില്ലേ, എന്തൊരു തിരക്കല്ലേ. അപ്പോൾ ഇത് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളെ കൊച്ചി ചിറ്റൂർ റോഡിൽ അയ്യപ്പൻകാവ് മണ്ടാക്കര റോഡിലാണ് അമ്മയുടെ കട വരുന്നത്. ഒരു 8:30 മണി കട സ്റ്റാർട്ട് ചെയ്യും. ഒരു 10 മണി 11 മണിയത്തെ ഏകദേശം തീരും. പിന്നെ ഇപ്പോൾ പൊറാട്ടയും ചപ്പാത്തിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുപോലുള്ള അമ്മമാരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റട്ടെ, അവരുടെ രുചി നമുക്ക് അനുഭവിക്കാൻ പറ്റട്ടെ. പറ്റുകയാണെങ്കിൽ ഞാൻ മെല്ലെ കുറച്ച് വെച്ചിട്ട് പോലും കേട്ടോ. അത്രക്കാലം ഇട്ടേക്കട്ടെ. ബൈ കഴിച്ചാ.